കൊച്ചിയിൽ ബി.ജെ.പി. നേതാക്കളുടെ അടിയന്തര യോഗം വിളിച്ചു ചേർത്ത് ആർ.എസ്.എസ്. തിരഞ്ഞെടുപ്പിന്റെ വിവരങ്ങൾ വിലയിരുത്താനാണ് യോഗം വിളിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ശ്രീനാഥ് ചേരുകയാണ് കൊച്ചിയിൽ നിന്നും. ശ്രീനാഥ്, ഈ തിരഞ്ഞെടുപ്പ് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. കേരളത്തിൽ ഒരു അക്കൗണ്ട് തുറക്കുക എന്നുള്ള ഏറെ നാളത്തെ ആഗ്രഹം സഫലമാകുമോ എന്ന് അറിയേണ്ടതുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണോ ആർ.എസ്.എസ്. ഇപ്പോൾ യോഗം വിളിച്ചിരിക്കുന്നത്? എന്താണ് വിവരങ്ങൾ? അമീന, തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള വിലയിരുത്തലാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ഇത്തവണ ആർ.എസ്.എസ്. നിർദ്ദേശമനുസരിച്ചായിരുന്നു സ്ഥാനാർത്ഥി നിർണയം. തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രധാനപ്പെട്ട നേതാക്കളെ വിളിച്ചു വരുത്തി ഇതേപോലെ തന്നെ ആർ.എസ്.എസ്. ഒരു ബൈഠക് നടത്തിയിരുന്നു. അതിൽ ചില നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ഇത് എത്രമാത്രം കാര്യക്ഷമമായി നടപ്പാക്കി എന്നുള്ളതിന്റെ ഒരു വിലയിരുത്തൽ ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വിജയസാധ്യതയുള്ള പത്തനംതിട്ട, തൃശൂർ, തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ ശക്തമായ പ്രകടനം തന്നെ കാഴ്ചവെക്കാൻ ബി.ജെ.പിക്കായി എന്നാണ് ആർ.എസ്.എസിന്റെ വിലയിരുത്തൽ. അത് നേതാക്കളുമായി പങ്കിടും. എന്നാൽ മറ്റു ചില സ്ഥലങ്ങളിൽ അപ്രതീക്ഷിതമായി വളരെ മോശം പ്രകടനമാണ് കാഴ്ചവെക്കാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ച് ബി.ഡി.ജെ.എസുമായി ബന്ധപ്പെട്ട ചില സ്ഥലങ്ങളിൽ ബി.ഡി.ജെ.എസിന് സ്ഥാനാർത്ഥികളെ നൽകിയ സ്ഥലങ്ങളിൽ അത്ര പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ കഴിഞ്ഞില്ല എന്നൊരു വിലയിരുത്തലും ആർ.എസ്.എസിനുണ്ട്. ഇത് എങ്ങനെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും, എത്രമാത്രം വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു തുടങ്ങിയ കാര്യങ്ങളും ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബി.ജെ.പിയുടെ പ്രധാനപ്പെട്ട നേതാക്കളെ, സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പങ്കെടുക്കുന്നുണ്ട്. കുമ്മൻ രാജശേഖരനും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ശരി ശ്രീനാഥ്.